കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ ശകുന്തളോപാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സുമതിപുത്രൻ രൈഭ്യന്തൽസുതൻ ദുഷ്യന്തനും അമിതബലനവന്നായാടി നടക്കുമ്പോൾ കണ്ണതാപസാശ്രമം പൊക്കൊരു നേരം തത്ര പൂർണേന്ദുമുഖിയായ കന്യയെ കണ്ടിടിനാൻ. സാക്ഷാലിന്ദിരാദേവി എന്നതുപോലെ കണ്ടു സൂക്ഷ്മമാനസൻ നൃപൻ ചോദിച്ചാൻ മധുരമായി, ആരു നീ മനോഹരേ തദനാരടൂ തവ ചാരുലോചനേ വനവാസമെന്തഹോ തവ. നിന്നെ കണ്ടതുമൂലം എന്നുടെ നേത്രങ്ങൾക്കു വന്നിതു സാഫല്യവും ചിത്തസൗഖ്യവും വന്നു. എന്നുടെ ചിത്തം തന്നിലാഗ്രഹമുണ്ടാകയാൽ ധന്യേ നീ രാജപുത്രി എന്നതു മുറച്ചേ ഞാൻ. പൗരവരുടെ ചിത്തമർഹതയില്ലാത്തൊരു നാരിമാർ മണികളിൽ ചെല്ലുകയില്ല നൂനം. രാജഭാഷിതം കേട്ടു ലജ്ജയാമുഖം താഴ്ത്തി രാജീവനേത്രദാനം ചൊല്ലിനാൾ മധുരമായി. വിശ്വാമിത്രാത്മജ ഞാൻ മേനകമാതാവല്ലോ, വിശ്വൈക ഗുണനിധി സത്യമെന്നറിഞ്ഞാലും മാതാവു വെടികയാൽ മാമുനിവരൻ കണ്ണൻ താതനായി വളർക്കയാൽ ഇവിടെ വാണിടുന്നു. ശോകങ്ങൾ എനിക്കിപ്പോൾ തീർന്നതു സകലവും ലോകസുന്ദര നിന്നെ ഞാനിതാ വരിക്കുന്നേൻ. പൂജയം പരിഗ്രഹിച്ചാഹാരമതും ഭുക്ത രാജശേഖരാ ഭവാൻ സൗഖ്യമായി വസിച്ചാലോ. കന്യകാവാക്യം കേട്ടു ചൊല്ലിനാൾ നരപതി, ധന്യനായി ചമഞ്ഞു നാൻ നിന്നുടെ
ധന്യനായി ചമഞ്ഞു ഞാൻ നിന്നുടെ വാക്യത്തിനാൽ. തന്നോടു സദർശനാം പതിയെ നരപതി കന്യകമാർക്കു വരിക്കുന്നതു ഭാഗ്യമത്രേ എന്നുര ചെയ്തു ഗാന്ധർവാഗ്യമാം വിധി കൊണ്ടു മന്നവൻ ശകുന്തള തന്നെയും വേട്ടേടിനാൻ. ഗർഭവും ഉൽപ്പാദിച്ചു ഗമിച്ചു നരേന്ദ്രനു മർഭകൻ ജനിച്ചതു കാലം വന്നോരു നേരം. പുത്രനു കർമ്മങ്ങളും ചെയ്തിതു കണ്ണുമുനി. പുത്രനും സിംഹങ്ങളെ പിടിച്ചു കെട്ടിയിടിനാൻ. ഇത്തരം കണ്ടു മുനി ഭൂപതി സമീപത്തു സത്വരം കുമാരനെ കൊണ്ടുപോയി കാട്ടിയിടിനാൻ. വാർത്തകൾ ശകുന്തള ചൊന്നതു ദുഷ്യന്തനം ചിത്തത്തിൽ തോന്നായികയാൽ സന്ദേഹിച്ചിരിക്കുമ്പോൾ കേൾക്കായിത ശരീരിവാക്യവും നരപദേ. പോഷ്കല്ല ശകുന്തള ചൊന്നതു സത്യമത്രേ. നിന്നുടെ പുത്രൻ ഇവനില്ല സംശയമേതും എന്നു കേട്ടപ്പോൾ നൃപനൊക്കെയുമുള്ളിൽ തോന്നി പുത്രനെ പരിഗ്രഹിച്ചാസ്തയാ കാന്തയോടും. എത്രയും സുഖം പൂണ്ടുവാണിതു ചിരകാലം. പുത്രനാം ഭരതനു രാജ്യവും നൽകി നൃപൻ. ഉത്തമൻ തപം ചെയ്തു നാഗലോകവും പുക്കാൻ. ചക്രപാണിതൻ അംശകലയാ ഭരതനും ചക്രവർത്തിത്വം ലഭിച്ചത്രയും വിളങ്ങിനാൻ. ദക്ഷിണഹസ്തതലെ ചക്രരേഖയുമുണ്ടങ്ങക്ഷികൾ പത്മം പോലെ. രേഖകൾ പദദ്വയേ. വൈരാജസ്ഥാനത്തഭിഷിക്തനാം ഭരതനു പാരാതെ വാജിമേധമമ്പതു മഞ്ചും ചെയ്തു ദിക്കുകൾ ജയിച്ചാശു. ദുഷ്ടന്മാരെയും കൊന്നു സൽക്കർമ്മങ്ങളും പിന്നെ ചെയ്തിതങ്ങസംഖ്യമായി വീരശൗര്യാധാര്യാദ്യ ഗുണങ്ങൾ. വീരശൗര്യൗദാര്യാദ്യ ഗുണങ്ങൾ ബഹുമനോധൈര്യവും ഗാംഭീര്യവും ക്ഷമയും കരുണയും വിത്തവുമെന്നു വേണ്ട സകല ഗുണങ്ങളും ഈ ത്രിഭുവനത്തിങ്കലാർക്കുമില്ലിതുപോലെ. പണ്ടാരുമിതുപോലെയുണ്ടായിട്ടില്ല, പുനരുണ്ടാകയില്ല എന്നും ചൊല്ലിടാമസംശയം. ഭരത നരപതി ചെയ്തതിൻ വില ചൊൽവാൻ. പരിചൂടൊരു നൃപൻ കരുതിയിടുകിലവൻ കൈകൊണ്ടു തുഴഞ്ഞാശു നാഗലോകത്തു പോകാൻ. വൈകാതെ കൊതിച്ചിടുമില്ല സംശയമേതും. മന്നവൻ ഭരതനു പത്നിമാർ മൂവരുണ്ടു. നന്ദനന്മാരുമുണ്ടായി വന്നിതു കാലാന്തരേ. പുത്രന്മാർ നമുക്കനുരൂപന്മാരല്ലെന്നതു ചിത്തത്തിൽ ഭരതനു മുറച്ചതറികയാൽ ഭാര്യമാരാത്മത്യാഗശങ്കയാ പുത്രന്മാരെ കാര്യമില്ലാതെ വധിച്ചേടിനാരകോ കഷ്ടം.
പാർത്ഥിവൻ ദുഃഖം പൂണ്ടു പുത്രാർത്ഥം ദേവന്മാരെ പ്രാർത്ഥിച്ചു മരുത്സോമയജ്ഞവും ആരംഭിച്ചു. അക്കാലമഗ്രജന്റെ ഭാര്യയാം മമതയെ മുഖ്യനാം ബൃഹസ്പതി കാമിച്ചു ചെന്ന നേരം തൽഗർഭസ്ഥനായുള്ള ബാലകൻ വിലക്കിനാൻ. ഉദ്ധ്യത കോപാൽ ഗുരു ശപിച്ചാനവനെയും മമത തന്നെ ഗമിച്ചീടിനാൻ ബൃഹസ്പതി. മമതയ്ക്കപ്പോൾ ഗർഭം രണ്ടതങ്ങുണ്ടായി വന്നു. 2 പുത്രന്മാരെയും പെറ്റോരു നേരം അവൾക്കുണ്ടായി. ഭർതൃത്യാഗശങ്കയും മനതാരിൽ ഗുരുപുത്രനെ വെടിഞ്ഞവളും നടകൊണ്ടാൾ. പരിചൂടവളോടു ദേവകൾ ചൊല്ലിടിനാർ. സുതനോ ഭരദ്വാജനിവനെന്നപ്പോൾ ഗുരുസുതനോ ഭരദ്വാജനെന്നു നാമവും വന്നു. മമതയില്ലായകയാൽ മമത പോയ ശേഷം അമൃതാശനന്മാരുമെടുത്തു കുമാരനെ ഭരത നൃപേന്ദ്രന് പുത്രനായി നൽകിയിടിനാർ. പരിദോഷവും വന്നു ഭരതനഗതാരിൽ. വിദതവംശനായ നിന്നുടെ സുതനിവൻ വിദതനെന്നു ദേവവൃന്ദവും ചൊല്ലിടിനാർ. ഇത്തമങ്ങിരുപത്തേഴായിരം സംവത്സരം പൃഥ്വീചക്രവും പരിപാലിച്ചു ഭരതനും ചക്രവർത്തിയായി വാണു. പുത്രനു രാജ്യം നൽകി ചക്രപാണിതൻ പദം പ്രാപിച്ചാനെന്നു കേൾപ്പൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവ 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 മഹേശ്വര. ഹരേ ദേവി ദേവി മഹേശ്വരി. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.
ശരണം മേ തവ ചരണയുഗം. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം രന്തി ദേവചരിതം തുടരും നാളെ. നമസ്തേ.